ഹലോ ഫ്രണ്ട്സ്, 2023 റിലീസ് ചെയ്ത ഒരു ജാപ്പനീസ് ടൈം ട്രാവൽ സീരീസാണ് പെൻഡിങ് ട്രെയിൻ. കുറേ പേർ ഒരു ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടാവുകയും അതുമൂലമുണ്ടാകുന്ന ഒരു വാം ഹോളിലൂടെ ട്രെയിനിൻ്റെ അവസാന ബോഗി ടൈം ട്രാവൽ ചെയ്ത് മറ്റൊരു ടൈം ലൈൻ എത്തിച്ചേരുകയും ചെയ്യുന്നു. അതും 2060-ൽ. അവിടെ നിന്ന് അവർക്ക് തിരിച്ചു വരാൻ കഴിയുമോ? എങ്ങനെ തിരിച്ച് 2023-ൽ എത്തിച്ചേരും? അങ്ങനെ നിങ്ങളുടെ കിളി പറത്തുന്ന രീതിയിലുള്ള ഒരു കഥയാണ് പെൻഡിങ് ട്രെയിനിൻ്റെത്. ഇത് മുഴുവനായിട്ട് മനസ്സിലാക്കാൻ ഫുൾ വീഡിയോ കാണുക. അപ്പോൾ വീഡിയോ തുടർന്ന് കാണുന്നതിന് മുമ്പായിട്ട് ഇതുപോലെയുള്ള വെറൈറ്റി കഥകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഒരു സപ്പോർട്ടിനായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ കഥ നടക്കുന്നത് 2023-ലാണ്. ജപ്പാനിലെ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. ആ റെയിൽവേ സ്റ്റേഷനിൽ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തിൽ നമ്മുടെ കഥയിലെ നായകനുമുണ്ട്. അവൻ്റെ പേര് ഷിരഹാമോ എന്നാണ്. അവനൊരു ഫയർ ഫൈറ്ററാണ്. ദൂരെ നിന്ന് കണ്ണാടി വെച്ച ഒരു പെണ്ണ് അവനെ നോക്കുന്നുണ്ട്. അവളുടെ പേരാണ് ഹട്ടാനോ. അവളൊരു സ്കൂളിലെ ജിം ട്രെയിനർ കൂടിയാണ്. കൂടാതെ ഷിരഹാമോയോട് അവൾക്ക് ചെറിയൊരു ക്രഷ് കൂടിയുണ്ട്. കൂടാതെ ഷിരഹാമോയുടെ തൊട്ടടുത്തായി ഒരു വെള്ളമുടിയുള്ള ഒരു പയ്യനും നിൽപ്പുണ്ട്. അവൻ്റെ പേര് നോയ. അങ്ങനെ ഒരുപാട് ആളുകൾ ട്രെയിൻ കാത്ത് നിൽപ്പുണ്ട്. അങ്ങനെ അവർ കാത്തുനിന്ന ട്രെയിനും വന്നു. ട്രെയിൻ വന്നതും ട്രെയിനിലെ ഓരോ കമ്പാർട്ട്മെൻറ്റിലേക്കും അവിടെ കാത്തു നിന്നവർ തിക്കിത്തിരക്കി കയറാൻ തുടങ്ങി. ഷിരഹാമോയും ഹട്ടാനോയും നോയുമൊക്കെ അവസാന കമ്പാർട്ട്മെൻറ്റിലാണ് കയറിയത്. ആളുകൾ എല്ലാം കയറിക്കഴിഞ്ഞ് ട്രെയിൻ പതുക്കെ നീങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് അവരുടെ എല്ലാം ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. അത് എന്താണെന്ന് വെച്ചാൽ വളരെ വലിയൊരു ഭൂകമ്പം വരാൻ പോകുന്നു, എല്ലാവരും അതുകൊണ്ട് കരുതിയിരിക്കണമെന്നാണ് അത്. പെട്ടെന്ന് തന്നെ എല്ലാവരുടെയും ഫോണിൻ്റെ സിഗ്നലുകൾ കട്ടായിപ്പോയി. മാത്രമല്ല അവർ പോയിക്കൊണ്ടിരുന്ന ട്രെയിൻ വലിയ സ്പീഡിൽ ഓടാൻ തുടങ്ങി. അതിനിടയിൽ ഒരു കുപ്പിയുടെ അടപ്പ് അവിടേക്ക് ഉരുണ്ടു വന്നു. അത് കണ്ട നമ്മുടെ ഷിരഹാമോ അത് എടുക്കാൻ കുനിഞ്ഞു. എന്നാൽ കൈയുടെ തൊട്ടടുത്ത് വന്നപ്പോൾ അത് മാഞ്ഞു പോകുന്നു. അപ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്ന് ഷിരഹാമോയ്ക്ക് മനസ്സിലായി. അവനത് ആലോചിച്ച് തീരുന്നതിന് മുൻപ് തന്നെ ട്രെയിൻ വലിയ ഒരു ടണലിലേക്ക് ഇടിച്ചു കയറി. അപ്പോൾ ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവരും ബാലൻസ് തെറ്റി താഴെ വീണു. ഭാഗ്യത്തിന് ആർക്കും പരിക്കുകളൊന്നും പറ്റിയില്ല. ട്രെയിൻ നിന്നതും അവസാന കമ്പാർട്ട്മെന്റിലുള്ള എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി. അവർ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്ന് നോക്കിയപ്പോൾ അവർ ഇപ്പോൾ വന്നു പെട്ടിരിക്കുന്നത് ഒരു കാട്ടുപ്രദേശത്താണ്. അവർക്കാർക്കും എന്താണെന്ന് ഒരു പിടിയും കിട്ടിയില്ല. കൂടാതെ അവർ കയറിയ ട്രെയിനിലെ അവസാന ബോഗി മാത്രമാണ് അവിടെ ഉള്ളത്. ബാക്കിയുള്ള ട്രെയിൻ എവിടെ പോയെന്ന് അറിയുകയുമില്ല. എന്നാൽ ട്രെയിനിൻ്റെ മുന്നിലുള്ള ബാക്കി കമ്പാർട്ട്മെൻ്റ് എല്ലാം സേഫായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. ട്രെയിൻ വന്നു നിന്നതും റെയിൽവേ ഓഫീസേഴ്സ് ഓടി വരുന്നു. എന്നാൽ ട്രെയിനിൻ്റെ ബാക്കിൽ ചെന്ന് നോക്കിയതും ട്രെയിനിൻ്റെ ലാസ്റ്റ് ബോഗി കാണുന്നില്ല. ഇത് ഇനി ടണലിനുള്ളിൽ വല്ലതും വിട്ടുപോയതാണെങ്കിലോ? അത് നോക്കാൻ വേണ്ടി അവരെല്ലാവരും ടണലിലേക്ക് കയറി നോക്കാൻ തുടങ്ങി. എന്നാൽ എത്ര നോക്കിയിട്ടും ആ ബോഗി അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഷെടാ, ഇത് എവിടെ പോയി? ഇനി മാഞ്ഞു വല്ലതും പോയോ? അതേസമയം ഇതേ അവസ്ഥയായിരുന്നു കാട്ടിൽപ്പെട്ടുപോയ അവസാന ബോഗിയിൽ ഉണ്ടായിരുന്നവർക്കും. ഇതേസമയം നമ്മുടെ ഷിരഹാമോ അവിടെയുള്ള എല്ലാവരെയും സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളാരും വിഷമിക്കേണ്ട, എത്രയും പെട്ടെന്ന് നമ്മളെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് ഇവിടെ തന്നെ നിൽക്കാം. അപ്പോൾ നമ്മുടെ ഹട്ടാനോ ഷിരഹാമോയുടെ അടുത്തേക്ക് വരുന്നു. ഞാൻ പോയി ടണലിനുള്ളിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഷിരഹാമോ പറഞ്ഞു, ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം. അപ്പോൾ നമ്മുടെ നോയ പറയുന്നു, നിൽക്ക്, ഞാനുമുണ്ട് നിങ്ങളുടെ കൂടെ. അങ്ങനെ അവർ 3 പേരും ഒരു ടോർച്ചൊക്കെ അടിച്ചുകൊണ്ട് ടണലിനുള്ളിലൊക്കെ നടന്ന് നോക്കാൻ തുടങ്ങി. അങ്ങനെ അവർ നടന്ന് ടണലിൻ്റെ വെളിയിൽ എത്തുന്നു. ടണലിൻ്റെ പുറത്ത് വരുമ്പോൾ ഒരു സിറ്റി ആയിരിക്കുമെന്നാണ് അവർ പ്രതീക്ഷിച്ചത്. എന്നാൽ പുറത്തു വന്ന് അവർ ഞെട്ടിപ്പോകുന്നു. അവിടെ സിറ്റിയൊന്നുമില്ല, ഒരു മരുഭൂമി പോലെയുള്ള പ്രദേശമാണ്. അവർ തിരികെ വന്ന് കമ്പാർട്ട്മെന്റിൽ കൂടെ ഉണ്ടായിരുന്നവരോട് ഇക്കാര്യം പറയുന്നു. എന്നാൽ അത് അവർ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഹട്ടാനോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് അവൾ അവരെ കാണിക്കുന്നു. അത് കണ്ട് അവരെല്ലാം ഞെട്ടിപ്പോകുന്നു. ആ കൂട്ടത്തിൽ ഒരു ചുമന്ന ഷർട്ടിട്ട ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ അവരോട് പറയുന്നു, എന്താണ് ഇപ്പോൾ സംഭവിച്ചതെന്ന് എനിക്കറിയാം. ഈ ഒരു ആക്സിഡന്റിൽ നമ്മളെല്ലാവരും മരിച്ചു. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇമാജിനേഷൻ മാത്രമാണ്. അപ്പോൾ അവിടെയുള്ളവർ അവനോട് പറയുന്നു, എടാ പൊട്ട, നീ ഒന്ന് മിണ്ടാതിരിക്കുക, വെറുതെ എല്ലാവരെയും പേടിപ്പിക്കാനായിട്ട്. പിന്നെ അവൻ വേറൊരു കാര്യം പറയുന്നു, എങ്കിൽ നിങ്ങൾ ഈ തിയറി ഒന്ന് നോക്കൂ, നമ്മളെല്ലാവരും ഒരു പാരലൽ യൂണിവേഴ്സിലേക്ക് വന്നു കാണാം. അങ്ങനെ അവൻ പറയുന്ന തിയറിയൊക്കെ കേട്ടിട്ട് എല്ലാവരും പേടിച്ച് ഞെട്ടി നിൽക്കുവാണ്. എങ്കിലും ആരെങ്കിലും രക്ഷപ്പെടുത്താൻ വന്നാലോ എന്ന് കരുതി എല്ലാവരും ട്രെയിനിൽ തന്നെ ഇരിക്കുന്നു. എന്നാൽ ഈ ഒരു സമയത്തും ആ പയ്യനാകട്ടെ കൂളായിട്ട് ഒരു വ്ലോഗൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുകയാണ്.
അവരുടെ കൂട്ടത്തിൽ റീന എന്ന് പേരുള്ള ഒരു പെണ്ണുണ്ട്. അവളാണെങ്കിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ എന്ന് അറിയാൻ തൊട്ടടുത്തുള്ള ഒരു ബാഗ് തുറക്കുന്നു. അത് നമ്മുടെ നോയയുടെ ബാഗായിരുന്നു. അതിൽ നിന്ന് അവൾക്കൊരു ലെറ്റർ കിട്ടുന്നു. ജയിലിൽ നിന്ന് റിലീസ് ചെയ്തതിൻ്റെ ലെറ്റർ ആയിരുന്നു അത്. അപ്പോൾ അവനൊരു ജയിൽ പുള്ളിയാണെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ അവൾക്ക് ചെറിയ പേടി തോന്നി. അത് കഴിഞ്ഞ് അവൾ അടുത്തതായിട്ട് ഹട്ടാനയുടെ ബാഗാണ് നോക്കുന്നത്. അതിൽ നിന്ന് അവൾക്ക് ഫുഡ് കിട്ടുന്നു. അതും എടുത്ത് അവൾ വെളിയിലേക്ക് വരുന്നു. അവൾ വെളിയിൽ വന്നതും മുന്നിൽ നോയ നിൽക്കുന്നു. നോയ ഒരു ജയിലിൽ നിന്ന് ഇറങ്ങിയ ആളല്ലേ, അതുകൊണ്ട് അവൾ പേടിച്ചിട്ട് ഫുഡ് താഴെ ഇട്ടിട്ട് ഓടുന്നു. എന്നാൽ നോയ അത് എടുത്തു കൊടുക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും അവൾ അവിടുന്ന് ഓടിപ്പോകുന്നു. ഇതേ സമയം ഹട്ടാന വന്ന് അവളുടെ ബാഗിൽ നിന്ന് ഫുഡ് നോക്കുന്നു. ഫുഡ് കാണുന്നില്ല. ഫുഡ് ആരോ മോഷ്ടിച്ചു എന്ന് കരുതി അവൾ വെളിയിലേക്ക് നോക്കുമ്പോൾ നോയയുടെ കയ്യിൽ ഫുഡ് ഇരിക്കുന്നു. അപ്പോൾ നോയോട് ചോദിക്കുന്നു, സാർ ഇത് ഹട്ടാനയുടെ ഫുഡാണ്, എന്തിനാണ് സാർ എടുത്തത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ നോയ പറയുന്നു, അയ്യോ ഇത് ഞാനല്ല എടുത്തത്, ഈ പെണ്ണാണ് എന്ന് പറഞ്ഞ് റീനയെ കാണിച്ചു കൊടുക്കുന്നു. എന്നാൽ ഉടനെ റീന പറയുന്നു, ഞാനല്ല എടുത്തത്, ഇത് ഇവൻ തന്നെയാണ് എടുത്തത്, മാത്രമല്ല ഇവനൊരു ക്രിമിനലാണ്, ഇവൻ്റെ ബാഗിൽ ജയിലിൽ നിന്ന് കൊടുത്ത ലെറ്റർ ഉണ്ട് എന്ന് കൂടി പറയുന്നു. എല്ലാവരും അപ്പോൾ അവനെ ഒരു കുറ്റവാളിയെ പോലെ വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് റീന പറയുന്നു, നമ്മൾ ഇതേപോലെ ഒരു ക്രിമിനലിൻ്റെ കൂടെ നിൽക്കുന്നത് എല്ലാവർക്കും ആപത്താണെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ നോയ അവൻ്റെ ബാഗും എടുത്ത് അവിടെ നിന്ന് നടന്നു പോകുന്നു. അത് കഴിയുമ്പോൾ അവിടെയുള്ള എല്ലാവർക്കും വിശക്കുന്നു. അപ്പോൾ നമ്മുടെ ഷിർഹാമോ വന്ന് അവൻ്റെ കയ്യിലുള്ള ഫുഡ് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ചുവന്ന ഷർട്ടിട്ട പയ്യനില്ലേ, അവൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ എടുത്തു. അതിൽ റീന ഫുഡ് മോഷ്ടിക്കുന്നത് റെക്കോർഡായിട്ടുണ്ട്. അത് അവൻ എല്ലാവരെയും കാണിച്ചു കൊടുക്കുന്നു. സത്യം മനസ്സിലായപ്പോൾ നോയ തെറ്റുകാരനല്ലെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു. അങ്ങനെ നമ്മുടെ ഷിർഹാമോയും ഹട്ടാനയും കൂടി നോയയെ വിളിക്കാൻ പോകുന്നു. അങ്ങനെ അവർ കുറേ ദൂരം നടന്നു ചെല്ലുമ്പോൾ നോയ കാല് തെറ്റി ഒരു കുഴിയിലേക്ക് വീഴാനായിട്ട് ഇങ്ങനെ അള്ളിപ്പിടിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഷിർഹാമോയും ഹട്ടാനയും കൂടി അവനെ രക്ഷിക്കുന്നു. എന്നിട്ട് അവർ നോയയോട് ക്ഷമ പറഞ്ഞ് നോയയെ തിരികെ ട്രെയിനിലേക്ക് കൊണ്ടുവരും. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, ആ ലെറ്റർ നോയയുടെ അല്ല. അവൻ ജയിലിലൊന്നും കിടന്നിട്ടില്ല, അത് നോയയുടെ സഹോദരൻ്റെയാണ്. അവനെന്തോ ചെറിയ തെറ്റ് ചെയ്ത് ജയിലിലാണ്. ഇന്ന് അവൻ റിലീസാവുകയാണ്. അവനെ കൂട്ടാൻ വേണ്ടി നോയ ട്രെയിനിൽ പോകുന്ന വഴിയാണ് ഇപ്പോൾ ഇവിടെ പെട്ടുപോയത്. അങ്ങനെ അത് കഴിഞ്ഞ് ട്രെയിനിലുള്ള എല്ലാവരും സഹികെട്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകാൻ പോവുകയാണ്, എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി പറ്റുമോ എന്നറിയാൻ. അങ്ങനെ പോകുന്ന വഴി ഒരുത്തനൊരു പഴയ ജ്യൂസ് ക്യാൻ കിട്ടുന്നു. വേറെ ഒരു പ്രായമുള്ള ഒരു കിളവനുണ്ട്. അയാൾ കുറേ നേരം നടന്നു ചെല്ലുമ്പോൾ കുറേ ദൂരെ ഒരു കെട്ടിടം കാണുന്നു. അത് കണ്ട് അയാൾ ഞെട്ടിപ്പോയിട്ട് ഓടി ആ കിളവൻ തിരിച്ച് ട്രെയിനിലേക്ക് വരുന്നു. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള ഒരു പഴയ ന്യൂസ് പേപ്പർ കാണിക്കുന്നു. ആ ന്യൂസ് പേപ്പർ കാണിച്ചിട്ട് അയാൾ എല്ലാവരോടും പറയുന്നു, ഇത് കണ്ടോ, ഈ കെട്ടിടം ഞാൻ നേരിട്ട് കണ്ടു. ഇത് 2026 പണി പൂർണ്ണമായി നിർമ്മിച്ചു തീരുക. പക്ഷെ ഞാൻ ഇതിപ്പോൾ കണ്ടപ്പോൾ ഇപ്പോൾ കെട്ടിത്തീർന്ന പോലെ അല്ല കണ്ടത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു കെട്ടിടം പോലെയാണ് തോന്നുന്നത്. അതുമാത്രമല്ല, ഒരുത്തന് ഒരു പഴയ ജ്യൂസ് ക്യാൻ കിട്ടിയില്ലേ, അതിൽ മാനുഫാക്ചർ ഡേറ്റ് 2026. കൂടാതെ ഇവരുടെ കൂടെ ഒരു ബയോളജിസ്റ്റ് ഉണ്ട്. അയാൾ അവിടെ നിന്ന് ഒരു ചെടി കിട്ടുന്നു. അത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത ചെടിയാണ്. അങ്ങനെ ചെയ്യാനുള്ള ടെക്നോളജി ഒന്നും ഇപ്പോൾ വളർന്നിട്ടില്ല. ഇങ്ങനെ ചെയ്യാനുള്ള ടെക്നോളജി വളരാൻ വർഷങ്ങൾ എടുക്കും. ഇതൊക്കെ വെച്ച് കണക്ക് കൂട്ടിയാൽ നമ്മൾ 30 വർഷം ഫ്യൂച്ചറിലുള്ള ലോകത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ടെൻഷനാവും. അത് കഴിഞ്ഞ് നമ്മുടെ ഷിർഹാമോ ആ ട്രെയിനിൻ്റെ മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വിരിക്കുകയാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ മഴ പെയ്യുകയാണെങ്കിൽ ആ വെള്ളം ശേഖരിച്ചാൽ കുടിക്കാമല്ലോ. എങ്കിലും ഇവിടെ എപ്പോൾ മഴ പെയ്യുമെന്ന് ഒരു പിടിയുമില്ല. പിന്നീട് അവർ കുറച്ച് പേര് ഇത് കാടല്ലേ, എവിടെയെങ്കിലും വെള്ളം കാണുമല്ലോ എന്ന് കരുതി നോക്കാൻ പോവുകയാണ്. നമ്മുടെ നോയ, ഷിർഹാമോ, ഹട്ടാമോ, ബയോളജിസ്റ്റ് ഇവരാണ് പോകുന്നത്. അങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ ഒരു വലിയ മലയുടെ താഴെ വെള്ളം ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നത് കാണാം. എന്നാൽ അത് അവർക്ക് ശേഖരിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഈ മലയുടെ മുകളിൽ വെള്ളം ഉണ്ടാവും, പക്ഷേ അവർക്ക് അതിൻ്റെ മുകളിൽ കയറണമെങ്കിൽ കയറ് വേണം. അപ്പോൾ കയറ് എടുക്കാൻ ഇവർ തിരികെ ട്രെയിനിലേക്ക് പോകുന്നു. എല്ലാവരും തിരിച്ച് കമ്പാർട്ട്മെൻറ്റിൽ എത്തുമ്പോൾ അവിടെ വായിൽ പല്ല് ഇളകാറായി നിൽക്കുന്ന ഒരു കിളവനുണ്ട്. അയാൾ ഒരു നൂലുകൊണ്ട് പല്ലിളക്കുന്നു. എന്നിട്ട് അയാൾ കാട്ടിനകത്തേക്ക് പോകുമ്പോൾ അയാൾക്ക് കുറേ വാട്ടർ ബോട്ടിൽ കിട്ടുന്നുണ്ട്. അത് എടുത്ത് അയാൾ തിരികെ ട്രെയിനിലേക്ക് വരുന്നു. അത് കാണുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമാകുന്നു. എല്ലാവരും ഓടി വന്ന് വെള്ളമെടുക്കാൻ വരുമ്പോൾ അയാൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പറയുന്നു, ഇത് ആരും എടുക്കരുത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും തരണം എന്ന് പറയുന്നു. അത് കേട്ട നോയ അയാളെ
ഇടിക്കാൻ ഒരുങ്ങുന്നു. പിടിച്ച് താഴെ ഇട്ടിട്ട് പറയുന്നു, ഇത്രയും വലിയ ഒരു കാട്ടിൽ വന്ന് പെട്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പോഴാണ് താൻ സെൽഫിഷായിട്ട് പെരുമാറുന്നത്. എടാ കിളവ, മര്യാദയ്ക്ക് എല്ലാവർക്കും വെള്ളം കൊടുക്ക്, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കാട്ടിലേക്ക് പൊക്കോ താൻ. പിന്നെ വേറെ ഒരു വഴിയും ഇല്ലാത്ത കൊണ്ട് അയാൾ വെള്ളം എല്ലാവർക്കും കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ച് വെള്ളത്തിൻ്റെ വില സത്യത്തിൽ അവർക്ക് അപ്പോഴാണ് മനസ്സിലാകുന്നത്. എങ്കിലും ആ വെള്ളം കുറച്ചേ ഉള്ളൂ. അത് തീർന്നാൽ ഇനി എന്തു ചെയ്യും? ആ മലയുടെ മുകളിൽ കയറിയാൽ വെള്ളം കിട്ടും. പിന്നീട് നമ്മുടെ ഷിരഹാമോ അവിടെ ഉള്ള കയറും വള്ളിയുമൊക്കെ കെട്ടിവെച്ച് മലയുടെ മുകളിലേക്ക് കയറുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ വെള്ളമുണ്ട്. അത് കണ്ട അവന് സന്തോഷമാകുന്നു. അതുകൂടാതെ അവിടെ നിന്ന് അവൻ വേറൊരു കാര്യം മനസ്സിലായി. ആ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ മൊത്തം ജപ്പാൻ നഗരവും കാട് പിടിച്ച് കിടക്കുന്നു. ഒരു വീട് പോലും അവിടെ ഇല്ല. ഈ വിവരം ട്രെയിനിലുള്ള മറ്റുള്ളവരോട് പറയുന്നു. അതിൽ നിന്ന് അവർക്ക് മനസ്സിലായത്, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി 30 വർഷം കഴിഞ്ഞ് ഇതുപോലെ ആളുകൾ എല്ലാം നശിച്ച് കാട് പിടിച്ച് പോകും. എങ്കിലും എങ്ങനെയായിരിക്കും ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ടാകുക? പിന്നെ അടുത്ത ദിവസം നേരത്തെ പല്ല് പറിച്ച കിളവനില്ലേ, കാട്ടിലൂടെ നടക്കുമ്പോൾ അവിടെ വേറെ ഒരു മനുഷ്യനെ കാണുന്നു. അയാളെ പിടിക്കാൻ കിളവൻ കുറേ നേരം പുറകെ ഓടുന്നു. എങ്കിലും അയാളെ കിട്ടുന്നില്ല. കിളവൻ വന്ന് ട്രെയിനിലുള്ള ബാക്കിയുള്ളവരോട് കാര്യം പറയുന്നു. എങ്കിലും ആരും അത് വിശ്വസിക്കുന്നില്ല. പിന്നീട് പെട്ടെന്ന് അവിടെ ഒരു മഴ പെയ്യുന്നു. അതോടെ എല്ലാവർക്കും സന്തോഷമാകുന്നു. വെള്ളത്തിനുള്ള ബുദ്ധിമുട്ട് മാറിയല്ലോ. ഇനി വേണ്ടത് ഫുഡാണ്. അവരുടെ കൂടെ ഒരു ബയോളജിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ഭാഗ്യമായി. അയാൾ ഓരോ ചെടിയും പഴങ്ങളും ഒക്കെ ഏതൊക്കെ കഴിക്കാൻ പറ്റുന്നത് ഏതൊക്കെ കഴിക്കാൻ പറ്റാത്തതെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ കഴിക്കാനുള്ള ഭക്ഷണം കണ്ടുപിടിക്കാൻ പല വഴിക്കായിട്ട് പോവുകയാണ്. ഹട്ടാനയും റീനയും ഒരുമിച്ചാണ് പോയത്. അവൾക്ക് അവിടെ നിന്ന് ഒരു പഴം കിട്ടി. അവളത് കഴിക്കാൻ ഹട്ടാനയ്ക്ക് കൊടുക്കുന്നു. അവളത് കഴിച്ചതും അവൾ കുഴഞ്ഞു വീഴുന്നു. എന്നാൽ അവളത് വളരെ കുറച്ചു മാത്രം കഴിച്ചതുകൊണ്ട് അവളുടെ ജീവൻ രക്ഷപ്പെട്ടു കിട്ടി. കാരണം അതൊരു വിഷക്കായയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും കുറച്ച് മുളയൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അതിനുശേഷം അത് ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് കപ്പ് പോലെ ഉപയോഗിക്കാൻ തുടങ്ങി. മുറിക്കാൻ അവരുടെ കയ്യിൽ കത്തിയും ബ്ലേഡും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അവരുടെ ക്രെഡിറ്റ് കാർഡ് പാറയിലിട്ട് ഉരച്ച് കത്തി പോലെ ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം മലയുടെ മുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് അതിന് മുൻപ് ശേഖരിച്ചു കൊണ്ടുവന്ന കായ്കനികളും ചെടികളും എല്ലാം കൂടി ഒരു ഭക്ഷണമുണ്ടാക്കി എല്ലാവരും വീതിച്ചു കഴിക്കുന്നു. എന്നാൽ നോയ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുഡിൽ നേരത്തെ ഹട്ടാന കഴിച്ചപ്പോൾ ബോധം പോയ ആ ഒരു കായില്ലേ, അതുപോലെ ഒന്ന് കിടക്കുന്നു. ഇത് എങ്ങനെ ഫുഡിൽ വന്നു? ഉടനെ നോയ എല്ലാവരോടും ആരും ഇത് കഴിക്കരുത്, ഇതിൽ വിഷം ഉണ്ടെന്ന് പറയുന്നു. എന്നാൽ അതിലൊരുത്തൻ മുഴുവൻ ഫുഡും കഴിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ അവന് കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ബയോളജിസ്റ്റ് നോക്കിയിട്ട് ഇത് കുഴപ്പമില്ല, എന്നാൽ 2 കായും കണ്ടാൽ ഒരുപോലെ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ നോയ്ക്ക് മനസ്സിലാകും, ഇതിൽ ആരോ നമ്മളെ എല്ലാവരെയും കൊല്ലാൻ നോക്കുന്നു. അതിനുവേണ്ടി ഭക്ഷണത്തിൽ ഇത് ഇട്ടതാണെന്ന് അവന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ ആരാണ് മിസ്സായിട്ടുള്ളതെന്ന് നോക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ നേരത്തെ പല്ല് പറിച്ച ആ ഒരു കിളവൻ മാത്രം മിസ്സാണ്. അപ്പോൾ ആ ഒരു കിളവനാണ് ഇവരെയെല്ലാം കൊല്ലാൻ ശ്രമിച്ചതെന്ന് അവർ കരുതുന്നു. ആളിന്റെ ജീവൻ അപകടത്തിലാണ്. അവർ ബയോളജിസ്റ്റിനെ ട്രെയിനിലേക്ക് കൊണ്ടുവരുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആളിന്റെ ജീവൻ നഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. സ്റ്റിച്ചിടണം, സ്റ്റിച്ചിട്ടില്ലെങ്കിൽ രക്തം നിൽക്കില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് അവർ ആലോചിച്ച് നിൽക്കുമ്പോൾ അവിടെയുള്ള ഒരു മുത്തശ്ശിയുടെ കയ്യിൽ തുണി തയ്ക്കുന്നു. അത് മാത്രം പോരാ, മുറിവിന് മരുന്ന് വെക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഇത് പ്രശ്നമാകുമെന്ന് അവർക്ക് തോന്നുന്നു. അങ്ങനെ അവർ നോക്കുമ്പോൾ ബയോളജിസ്റ്റിന്റെ ഒരു ബുക്കുണ്ട്. അതിൽ ഓരോ ചെടികളെക്കുറിച്ചും അത് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്നും എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ മുറിവിന് മരുന്ന് ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ചെടിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ അങ്ങനെ ആ ചെടി കണ്ടുപിടിച്ച് അതിൻ്റെ നീരൊഴിച്ച് മുറിവിൽ പുരട്ടുന്നു. കുറച്ച് ദിവസത്തിനുള്ളിൽ ബയോളജിസ്റ്റിന്റെ മുറിവൊക്കെ മാറി എല്ലാം ഓക്കെ ആവുന്നു. അതിനുശേഷം അവരെല്ലാം വളരെ പേടിച്ചാണ് അവിടെ ജീവിക്കുന്നത്. കാരണം അവർക്ക് അറിയാത്ത ആരോ മനുഷ്യർ അവിടെ ഉണ്ടല്ലോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ പല്ല് പറിച്ച കിളവൻ അവിടേക്ക് വരുന്നത്. അപ്പോൾ വേറെ മനുഷ്യരുണ്ടെന്ന് അത് നിങ്ങൾ വിശ്വസിച്ചില്ലല്ലോ. ഞാനൊരു സെക്യൂരിറ്റി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. നമുക്ക് ആദ്യം ഇവിടെ ചുറ്റിനും ഉള്ള സ്ഥലങ്ങളിൽ ട്രാപ്പ് വെക്കാം. എങ്കിലേ ഇവിടെയുള്ള മറ്റുള്ളവരെ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ എല്ലാവരും അയാൾ പറഞ്ഞതുപോലെ ട്രാപ്പ് വെക്കുന്നു. അത് കഴിഞ്ഞ് അവർ കാത്തിരുന്ന് ഒടുവിൽ ട്രാപ്പിൽ ആരോ വീണു. ചെറിയ പുഴ കടന്ന് അപ്പുറത്ത് ചെന്ന് നിൽക്കുന്നു. അപ്പോൾ അവർക്ക് ചെറിയ സന്തോഷം തോന്നി. കാരണം ഇവനെ പിടിക്കാൻ വന്നിട്ട് പുഴ കണ്ടുപിടിക്കാൻ പറ്റിയല്ലോ.
എന്നിട്ട് ആ പയ്യൻ അവരോട് ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ ഷിരഹാമോയും ഹട്ടാനോയും അവനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുമ്പോൾ നമ്മുടെ നോയ അങ്ങോട്ട് വരുന്നു. നിങ്ങളെന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ കാര്യം പറയുന്നു. അങ്ങനെ അവർ 3 പേരും ആ പയ്യനെ പ്രതീക്ഷിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ രാത്രിയായപ്പോൾ ആ പയ്യൻ തിരിച്ച് അങ്ങോട്ട് വന്നു. എന്നിട്ട് നിങ്ങൾ എൻ്റെ പുറകെ വരൂ എന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ അവർ ആ പയ്യൻ്റെ പുറകെ പോകുന്നു. അങ്ങനെ കുറേ ദൂരം പോയപ്പോൾ കുറേ ദൂരെ ഒരു ഗ്രാമം പോലെ ഒരു സ്ഥലം കാണുന്നു. അതുമാത്രമല്ല, ലീഡറുണ്ട്. അവൻ അവരെ കണ്ട് അവരോട് സംസാരിക്കുന്നു. ഞങ്ങൾ ഇവിടെയാണ് പെട്ടുപോയത്. പിന്നെ ഞങ്ങൾ ഇവിടെയുള്ള നദി കണ്ടുപിടിച്ചു. കൂടാതെ ഞങ്ങൾ നദിയിൽ നിന്നും മീൻ പിടിച്ച് ആഹാരം ഉണ്ടാക്കി കഴിച്ചു. കൂടാതെ ഞങ്ങളുടെ കൂടെ വീട് ഉണ്ടാക്കാൻ അറിയാവുന്ന ഒരാളുണ്ട്. അവനാണ് ഇവിടെ വീടൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അവിടെയുള്ള വേറൊരുത്തനെ കണ്ടപ്പോൾ നോയ പെട്ടെന്ന് ചോദിച്ചു, നീയല്ലേ ഞങ്ങളുടെ ബയോളജിസ്റ്റിനെ തള്ളിയിട്ടത്? അവൻ ചാകാതെ രക്ഷപ്പെട്ടത് ഭാഗ്യമെന്ന് പറയുന്നു. അപ്പോൾ അവൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ അറിയാതെ ചെയ്തതാണ്. നിങ്ങളും ഞങ്ങളെപ്പോലെ ഇവിടെ പെട്ടുപോയത് ആണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഹട്ടാന അവരുടെ ലീഡറിനോട് ചോദിക്കുന്നു, ഇവിടെ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ അയാൾ പറയുന്നു, ഞങ്ങൾ ഇവിടെ പെട്ടതിൻ്റെ 4-ാമത്തെ ദിവസം ആ നദിയുടെ അടുത്ത് ഒരു ബോട്ടുണ്ട്. അത് ഞാൻ കണ്ടുപിടിച്ചു. അതിൽ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. ആ റേഡിയോയിലെ സിഗ്നൽ വെച്ച് ഒരാളോട് സംസാരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ കാനഡയിലുള്ള ഒരാളോട് സംസാരിക്കാൻ പറ്റി. അപ്പോൾ അവർ എന്നോട് പറഞ്ഞത് അവർ ഇപ്പോൾ ഉള്ളത് 2060-ലാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം 2023-ൽ നിന്ന് 2060-ലാണ് ഇപ്പോൾ എത്തിയത്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കി. അതായത് 2023 കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് ഒരു വലിയ ഉൽക്ക ഭൂമിയിൽ പതിച്ചു. അത് പസഫിക് സമുദ്രത്തിലാണ് വീണത്. അങ്ങനെ ഒരു വലിയ സുനാമി ഉണ്ടായി. അങ്ങനെ ഭൂമിയിലുള്ള പല സ്ഥലങ്ങളും നശിച്ചുപോയി. മാത്രമല്ല, അതുമൂലം ഉണ്ടായ പുക കാരണം സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കാതെ കൃഷി പോലും ചെയ്യാൻ കഴിയാതെ ബാക്കിയുള്ള കുറേ മനുഷ്യർ കൂടി മരിച്ചു. അതുകൊണ്ട് ഇപ്പോൾ 2060-ൽ വളരെ കുറച്ച് മനുഷ്യരെ ഭൂമിയിലുള്ളൂ. അതുകൊണ്ട് അവരുടെ പക്കൽ വളരെ കുറച്ച് ടെക്നോളജികൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഉൽക്ക വന്ന് ഭൂമിയിൽ പതിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരുപാട് സാറ്റലൈറ്റുകൾ അന്തരീക്ഷത്തിൽ അയച്ചിട്ടുണ്ടല്ലോ. അതിൽ ചില സാറ്റലൈറ്റുകൾ പ്രവർത്തനരഹിതമായിട്ട് അവിടെ തന്നെ ചുറ്റിക്കറങ്ങുകയാണ്. അതിലൊരു സാറ്റലൈറ്റിൽ ഉൽക്ക വന്ന് ഇടിച്ചിട്ട് അതിൻ്റെ ഡയറക്ഷൻ മാറിയാണ് ഭൂമിയിൽ വന്ന് പതിക്കുന്നത്. മാത്രമല്ല, 2023-ൽ ട്രെയിനിൽ സഞ്ചരിച്ചപ്പോൾ നമ്മൾ എല്ലാം 2060-ലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാകും. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാം നമ്മളുടെ പഴയ ടൈം ലൈനിലേക്ക് തിരിച്ചു പോയിട്ട് വരാൻ പോകുന്ന ഈ ഒരു ആപത്തിനെ തടയുകയാണ് വേണ്ടത്. അങ്ങനെ ചെയ്താൽ നമ്മുടെ ഫ്യൂച്ചറിന് യാതൊരു കുഴപ്പവും ഉണ്ടാകില്ല എന്നും അയാൾ പറയുന്നു. അതിനുശേഷം അവരെല്ലാം തിരിച്ച് കമ്പാർട്ട്മെന്റ് 1-ലേക്ക് വരുന്നു. എന്നിട്ട് പുഴ കണ്ടുപിടിച്ച കാര്യം പറയുന്നു. അപ്പോൾ അവിടെ ഉള്ളവർക്ക് അത് വലിയ സന്തോഷമാകുന്നു. കൂടാതെ കമ്പാർട്ട്മെന്റ് 2-നെ കുറിച്ചും പറയുന്നു. അവിടെ നമ്മളെപ്പോലെ ആളുകൾ ഉണ്ടെന്നും പറയുന്നു. അതിനുശേഷം ഷിരഹാമോയും ഹട്ടാനോയും ഇവരൊക്കെ കൂടി ആ നദിയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പച്ച നിറമുള്ള കല്ല് അവർക്ക് കിട്ടുന്നു. അപ്പോൾ നോയ പറയും, ഇത് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും, അപ്പോൾ എടുക്കാം, ഇപ്പോൾ എടുക്കണ്ട. അങ്ങനെ അവർ അത് അവിടെ തന്നെ വെച്ചേക്കാമെന്ന് പറഞ്ഞ് ആ കല്ലിന്റെ മുകളിൽ വേറെ കല്ലുകളൊക്കെ എടുത്ത് വെക്കുന്നു. എന്നാൽ നമ്മുടെ പല്ല് പറിച്ച ആ ഒരു കിളവനുണ്ടല്ലോ, അയാൾ ഇവർ ചെയ്യുന്നത് ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് കമ്പാർട്ട്മെന്റ് 2-വിലുള്ള ലീഡറിനോട് ചെന്ന് പറയും, ഇതുപോലെയുള്ള ഒരു പച്ച കല്ലുണ്ട്, അത് അവർ ഒളിപ്പിച്ച് വെച്ചേക്കുവാണ് എന്ന് പറയുന്നു. ഇതുപോലെ അവിടെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരാം. അതിനു പകരം നിങ്ങൾ എനിക്ക് കഴിക്കാൻ ഭക്ഷണം മാത്രം തന്നാൽ മതിയെന്ന് പറയുന്നു. ലീഡർ അത് സമ്മതിക്കുന്നു. അങ്ങനെ ലീഡർ തൻ്റെ ആളുകളോട് കമ്പാർട്ട്മെന്റ് 1-ന്റെ അടുത്ത് ചെന്ന് അവിടെയുള്ള സ്ഥലത്ത് ആ കല്ല് അന്വേഷിക്കാൻ പറയുന്നു. അവർ അവിടെ വന്ന് കല്ല് അന്വേഷിക്കുമ്പോൾ റീന അവരെ കണ്ട് അവരോട്, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുവാണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു കല്ല് തിരയുകയാണ്. ചിലപ്പോൾ ആ ഒരു കല്ല് വെച്ച് നമുക്ക് നമ്മുടെ ടൈം ലൈനിലേക്ക് തിരിച്ചു പോകാൻ പറ്റിയാലോ എന്ന് പറയുന്നു. റീനയും അവരുടെ കൂടെ കല്ല് തിരയുന്നു. റീനയുടെ പുറകെ ഹട്ടാനയും വരും. അവർ തിരഞ്ഞ് കല്ലിന് പകരം ഒരാളെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടിരിക്കുന്നത് കാണും. മാത്രമല്ല, കമ്പാർട്ട്മെന്റ് 2-വിലെ കുറച്ച് പയ്യന്മാർ അവിടെ വന്ന് ഇവരെ രണ്ടുപേരെയും പിടിക്കാൻ നോക്കുന്നുണ്ട്. അവിടെ നിന്ന് റീന ഒരു തരത്തിൽ രക്ഷപ്പെട്ട് കമ്പാർട്ട്മെന്റ് 1-ൽ വന്ന് അവരോട് ആ കാര്യം പറയുന്നു. അങ്ങനെ നമ്മുടെ ഷിരഹാമോയും നോയയും കൂടി ഹട്ടാനെ അന്വേഷിച്ചു പോകുന്നുണ്ട്. എന്നാൽ ഹട്ടാനെ ആകട്ടെ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ആ ലീഡർ പറഞ്ഞ ഒരു ബോട്ടില്ലേ, അതിനകത്ത് കയറി ഒളിക്കുന്നു. അങ്ങനെ നോയയും ഷിരഹാമോയും കമ്പാർട്ട്മെന്റ് 2-വിലെ ലീഡറിന്റെ അടുത്ത് ചെന്നിട്ട് ഇതുപോലെ ഡെഡ് ബോഡി കണ്ടതും നിങ്ങളുടെ ആളുകൾ ഞങ്ങളുടെ ആളുകളെ പിടിക്കാൻ വന്നെന്നും പറയുന്നു. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അയാളോട് ചോദിക്കുന്നു. അപ്പോൾ ആ ലീഡർ പറയും, ഞങ്ങൾ ഇവിടെ പെട്ടുപോയ ആദ്യ സമയത്ത് ഞങ്ങളുടെ കൂടെ ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു. അവൻ ഇവിടെയുള്ള ആളുകളെ
കൊല്ലാൻ വരുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ അവനെ തടയാൻ ശ്രമിച്ചപ്പോൾ അവന്റെ വയറിലേക്ക് അബദ്ധത്തിലൊരു കത്തി കുത്തിക്കയറി അവൻ മരിച്ചു. എന്നാൽ ഇവിടെയുള്ള എല്ലാവരും ഞാൻ അവരെ രക്ഷിച്ചുവെന്ന് പറഞ്ഞ് എന്നെ അവരുടെ ലീഡറാക്കി മാറ്റി. അവന്റെ ബോഡിയാണ് ഞങ്ങൾ കുഴിച്ചിട്ടത്, അല്ലാതെ ഒന്നുമില്ല എന്ന് പറയുന്നു. എങ്കിൽ ശരി, ഹട്ടാന എവിടെയെന്ന് ചോദിക്കുന്നു. അവൾ എവിടെയെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ലീഡർ നേരെ ആ ബോട്ടിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നിട്ട് അതിനകത്തുള്ള ആ റേഡിയോ വഴി ആരോടെങ്കിലും സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ റേഡിയോയുടെ വയറെല്ലാം കട്ടായി കിടക്കുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അതിനകത്ത് ഒളിച്ചിരുന്ന ഹട്ടാന കാണുന്നുണ്ട്. ഹട്ടാന അവിടെയുള്ള കാര്യം ലീഡറിന് മനസ്സിലായി. എന്നിട്ട് ലീഡർ ഹട്ടാനയോട് കുറച്ച് കാര്യങ്ങൾ പറയും. നമ്മുടെ ടൈം ലൈനിൽ എൻ്റെ ജീവിതം വളരെ മോശമായിരുന്നു. എൻ്റെ ഭാഗ്യത്തിന് നമ്മളെല്ലാവരും ഫ്യൂച്ചറിൽ എത്തിച്ചേർന്നു. ഇവിടെയാണെങ്കിൽ ഞാനൊരു ലീഡറാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ഈ ജീവിതം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അതുകൂടാതെ ഈ ബോട്ടിൽ നിന്ന് എനിക്കൊരു ബുക്ക് കിട്ടി. ആ ബുക്കിൽ നിന്നാണ് 2026 ഭൂമിക്ക് ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമെന്ന കാര്യം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമ്മുടെ പാസ്റ്റിലേക്ക് വീണ്ടും തിരിച്ചുപോയി ഫ്യൂച്ചറിനെ രക്ഷിക്കാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് വീണ്ടും പഴയ പോലെ മോശം ജീവിതമാകും. അതുകൊണ്ട് എനിക്ക് ഇവിടെ തന്നെ ഒരു രാജാവിനെ പോലെ ജീവിക്കണം. എന്നാൽ നിന്നെ ഞാൻ വിട്ടാൽ ഈ കാര്യം നീ എല്ലാവരോടും പറയും. അതുകൊണ്ട് ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞ് ആ ബോട്ടിൽ അവളെ അടച്ചിട്ടിട്ട് അയാൾ പോകുന്നു. എന്നാൽ ഇതേ സമയം കമ്പാർട്ട്മെന്റ് 1-ലുള്ള ആളുകൾ കമ്പാർട്ട്മെന്റ് 2-ലുള്ള ആളുകളെ പേടിച്ചിട്ട് അവർ നമ്മളെ ആക്രമിച്ചാലോ എന്ന് കരുതി അവരെ ചെറുക്കുന്നതിനായിട്ട് കുറച്ച് ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. എന്നാൽ ഈ കാര്യം നമ്മുടെ പല്ല് പറിച്ച കിളവൻ കമ്പാർട്ട്മെന്റ് 2-ലുള്ളവരോട് ചെന്ന് പറയുന്നു. അപ്പോൾ അവർ കരുതും ഇവർ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ ആക്രമിച്ച് നമ്മളുടെ കയ്യിലുള്ള ഭക്ഷണങ്ങളും മറ്റ് സൗകര്യങ്ങളുമൊക്കെ സ്വന്തമാക്കൂ എന്ന് കരുതി അവർ അങ്ങോട്ട് ചെല്ലുന്നു. അവരെ വെറുതെ വിടരുതെന്ന് കരുതി അവരവിടെ ചെല്ലുകയും 2 കമ്പാർട്ട്മെന്റിലുള്ള ആളുകളും തമ്മിൽ അടിയാവുകയും ചെയ്യുന്നു. ഇതേസമയം നമ്മുടെ ഹട്ടാന ബോട്ടിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട് വരികയും ലീഡറിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം അവൾ അവരോട് പറയുകയും ചെയ്യുന്നു. അയാൾ നിങ്ങളെ പറ്റിക്കുകയാണ്. അയാൾ ആരോടും ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. റേഡിയോയുടെ വയറൊക്കെ പൊട്ടിക്കിടക്കുകയാണ്. ഇവിടെ ഒരു രാജാവിനെ പോലെ ജീവിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നും പറയുന്നു. അപ്പോൾ 2 കമ്പാർട്ട്മെന്റിലും ഉള്ള ആളുകൾക്ക് അയാളോട് ദേഷ്യമാകുന്നു. അപ്പോൾ ആ ലീഡർ ബോട്ടിൽ നിന്ന് കിട്ടിയ ആ ബുക്ക് ഷിരഹാമോയുടെ കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പാടാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാം. അതല്ല, നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു നോക്ക്. എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നു. അത് കഴിഞ്ഞ് കാണിക്കുന്നത് നേരത്തെ കണ്ട ദൂരെയുള്ള ഒരു കെട്ടിടമില്ലേ, അവിടേക്ക് കമ്പാർട്ട്മെന്റ് 2-ലെ 2 പേര് പോവുകയാണ്. പോകുന്ന വഴിയിൽ അവർ ആകാശത്ത് വ്യത്യസ്തമായ ചില വെട്ടം കാണുന്നുമുണ്ട്. അറോറ ലൈറ്റ് എന്നാണ് അതിന് പറയുന്നത്. അതുമാത്രമല്ല, നേരത്തെ ഒരു പച്ച കളർ കല്ല് കിട്ടിയില്ലേ, അതേപോലെയുള്ള കല്ലുകൾ ഇവർ പോകുന്ന വഴിയിലെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം നല്ലോണം തിളങ്ങുന്നുമുണ്ട്. അതേസമയം 2023 ഒരു സയന്റിസ്റ്റ് ടണലിന്റെ ഉള്ളിൽ നിന്ന് ട്രെയിനിന്റെ 2 ബോഗികൾ മിസ്സായതിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോഴാണ് ടണലിന്റെ ഉള്ളിൽ ട്രെയിൻ എത്തിയപ്പോൾ അവിടെ ഒരു വാം ഹോൾ ക്രിയേറ്റ് ആയത് കാണുന്നത്. അതുവഴി 2 ബോഗികളും വേറൊരു ടൈം ലൈനിൽ എത്തിക്കാണുമെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. പിന്നീട് അതിനെക്കുറിച്ചാണ് അന്വേഷിക്കുന്നത്. അതേസമയം 2060-ലുള്ള 2 പേർ കെട്ടിടത്തിന്റെ അടുത്തേക്ക് പോയില്ലേ, അവർ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. മാത്രമല്ല, ആ പച്ചക്കല്ലിനെ പറ്റി നമ്മുടെ ഷിരഹാമോയ്ക്കും ഹട്ടാനോയ്ക്കും എല്ലാവർക്കും അറിയാമല്ലോ. കൂടാതെ അവർക്ക് വേറൊരു കാര്യം മനസ്സിലായി. ആകാശത്ത് നിന്ന് ഭൂമിയിൽ പതിച്ച ഉൽക്കയുടെ ഭാഗങ്ങളാണ് ആ പച്ചക്കല്ല് എന്ന്. പിന്നീട് കെണി വെച്ചപ്പോൾ അതൊരു സൂപ്പർനോവ എക്സ്പ്ലോഷൻ ആണ്. അതിന്റെ പവർ കാരണം ടണലിന്റെ ഉള്ളിലൊരു പോർട്ടൽ ഉണ്ടായി കാണണം. അതുവഴി ട്രെയിനിന്റെ ലാസ്റ്റ് 2 ബോഗികളും വേറെ ഒരു ടൈം ലൈനിലേക്ക് പോയി കാണണമെന്നും ആ ശാസ്ത്രജ്ഞൻ മനസ്സിലാക്കുന്നു. ഇതേ കാരണം തന്നെ 2060-ലുള്ളവരും ഊഹിക്കുന്നു. സൂപ്പർനോവ എക്സ്പ്ലോഷൻ എന്താണെന്ന് വെച്ചാൽ ആകാശത്ത് കാണുന്ന നക്ഷത്രങ്ങൾ അതിന്റെ അവസാനം ഒരു വലിയ പൊട്ടിത്തെറിയിലാണ് അവസാനിക്കുന്നത്. അതാണ് സൂപ്പർനോവ എക്സ്പ്ലോഷൻ. ആ പൊട്ടിത്തെറിക്ക് ശേഷം അവിടെ ഒരു വലിയ ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നു. ആ ബ്ലാക്ക് ഹോൾ ഉണ്ടായ സമയത്ത് സ്പേസ് ടൈമിൽ അത് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ടണൽ. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് രാത്രി ഒരു വലിയ മഴയും ചുഴലിക്കാറ്റും ഉണ്ടാകുന്നു. പുറത്തു നിന്നാൽ അപകടമാണെന്ന് കരുതി എല്ലാവരും ട്രെയിനിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നു. ഇതേ സമയം പല്ല് ഇളകിയ ആ ഒരു കിളവനില്ലേ, അയാൾ പുറത്തു നിന്ന് ഒരു പാവക്കുട്ടി ഉണ്ടാക്കിയിട്ട് അതിനോട് എന്തോ സംസാരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് അയാൾ അതുമായിട്ട് ഉള്ളിലേക്ക് വരുന്നു. ശേഷം അയാളുടെ ബാഗുമെടുത്ത് ബോഗിയുടെ ഏറ്റവും പുറകിലേക്ക് വരുന്നു. 23-ൽ എത്തിയാലോ? പെട്ടെന്ന് ഒരുത്തൻ അതിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വേറൊരുത്തൻ
വന്നിട്ട് അവനെ തടയുന്നു. എന്നിട്ട് പറയുന്നു അങ്ങനെ പോകരുത്, കാരണം സാധാരണ രീതിയിൽ ഒരിക്കലും പോകാൻ പറ്റില്ല, നേരിട്ട് പോയാൽ നമ്മളതിൽ ചതഞ്ഞരഞ്ഞു പോകും, അതുകൊണ്ട് സേഫായിട്ട് പോകാൻ നമുക്കൊരു വഴി കണ്ടുപിടിക്കാം. അപ്പോൾ ആ വാം ഹോള് അവിടെ നിന്നും മറഞ്ഞു പോകുന്നു. പിന്നീട് എല്ലാവരും കൂടി ആലോചിച്ച് ഒരു പുതിയ വാം ഹോളിലൂടെ കടത്തിവിടാൻ കഴിയും. അങ്ങനെ ചെയ്താൽ ആർക്കും ഒരു കുഴപ്പവും ഇല്ലാതെ രക്ഷപ്പെടാം. പക്ഷേ ഹൈ വോൾട്ടേജ് എവിടുന്ന് കിട്ടും? അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അവരുടെ കൂട്ടത്തിൽ ഒരാൾ മണ്ണിൽ മൂടിക്കിടന്നിരുന്ന പോസ്റ്റിന്റെ ഒരു കേബിൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെ ആ കേബിൾ ഫോളോ ചെയ്ത് അവർ ചെല്ലുന്നത് ഇതിന്റെ മെയിൻ കണക്ഷൻ വരുന്ന പവർ ഹൗസിലാണ്. അങ്ങനെ അവർക്ക് ഹൈ വോൾട്ടേജ് കറണ്ടും കിട്ടുന്നു. അതിനുശേഷം അവർ ആ കമ്പാർട്ട്മെന്റ് മുഴുവൻ കേബിൾ കൊണ്ട് ചുറ്റുന്നു. ഇനി ഹൈ വോൾട്ടേജ് കറണ്ട് കൂടി കടത്തിവിടണം. എന്നാൽ അത് ഇപ്പോഴല്ല ചെയ്യേണ്ടത്, ചുഴലിക്കാറ്റോ അറോറ ലൈറ്റോ വല്ലതും വരുമ്പോഴാണ് അത് ചെയ്യേണ്ടത്. എന്നിട്ട് എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷേ വേറെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ആ വാം ഹോളിൽ കൂടി കടന്നു പോയാലും അവർ ചെല്ലുന്നത് 2023 തന്നെ ആകണമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഒന്നുകിൽ ഇനിയും കുറെ കൂടി ഫ്യൂച്ചറിൽ എത്തിച്ചേരും, അതല്ലെങ്കിൽ പാസ്റ്റിലെത്തും. എന്തും സംഭവിക്കാം. അതുകൊണ്ട് എല്ലാവരും ആലോചിച്ച് ഒരു തീരുമാനം എടുക്കുന്നു. ഇപ്പോൾ പകുതി പേർ മാത്രം പോകുന്നു, ബാക്കിയുള്ളവർ ഇവിടെ 2060 തന്നെ ജീവിക്കും. ഒന്നും ഇല്ലാതെ അവർക്ക് അവിടെ സന്തോഷമായിട്ട് ജീവിക്കാം. അങ്ങനെ കാത്തിരുന്ന് ഒരു ദിവസം അറോറ ലൈറ്റ് തെളിഞ്ഞു. അങ്ങനെ വാം ഹോളിലൂടെ പോകാൻ തീരുമാനിച്ചവർ ഓടിച്ചെന്ന് കമ്പാർട്ട്മെന്റിൽ കയറുന്നു. വിചാരിച്ചതുപോലെ അവിടെ ഒരു വാം ഹോൾ ഉണ്ടാകുന്നു. അത് കണ്ട ഉടൻ അവർ ഹൈ വോൾട്ടായിരുന്നു. അവരെ രക്ഷിക്കാൻ പോലീസും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാം വന്നിട്ടുണ്ട്. വേറെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ വന്നിരിക്കുന്നത് 2023 2026. 2026 ഡിസംബറിലാണ് ആ ഉൽക്ക പതിച്ച് എല്ലാം നശിക്കാൻ പോകുന്നത്. ഇനി കുറച്ച് മാസങ്ങളല്ലേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ദുരന്തം തടുക്കുന്നത്? അങ്ങനെ അവരെല്ലാവരും അവർക്ക് ഉണ്ടായ കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും അധികാരികളോടും ഉദ്യോഗസ്ഥന്മാരോടും എല്ലാം വിവരിച്ചു കൊടുക്കുന്നു. കൂടാതെ ആ ബയോളജിസ്റ്റ് അവിടെ നിന്ന് കിട്ടിയ ആ ചെടി കൊണ്ടുവന്ന് അതിൻ്റെ കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. ബോട്ടിൽ നിന്ന് കിട്ടിയ ഡയറിയും തെളിവായിട്ട് കാണിക്കുന്നു. കൂടാതെ ഉൽക്കയുടെ കഷ്ടങ്ങളെല്ലാം കാണിക്കുന്നു. എത്ര പറഞ്ഞിട്ടും ആരുമൊന്നും വിശ്വസിക്കുന്നില്ല. കാരണം 3 വർഷം മുമ്പ് കാണാതെ പോയ കമ്പാർട്ട്മെന്റ് ആണ്. ഇപ്പോൾ തിരിച്ചു വന്നത് എങ്ങനെയാണെന്ന് പോലും അറിയുകയില്ല. പിന്നെയല്ലേ ഇതൊക്കെ വിശ്വസിക്കുന്നത്. കുറച്ചു കഴിഞ്ഞ് ആ വാം ഹോളിലൂടെ രക്ഷപ്പെട്ടു വന്ന എല്ലാവരെയും കാണാൻ അവരുടെ ഫാമിലി വരാൻ തുടങ്ങി. നമ്മുടെ നോയയെ കാണാൻ മാത്രം ആരും വന്നില്ല. എന്നാൽ കുറച്ചു കഴിഞ്ഞ് നോയയുടെ സഹോദരനും അവനെ കാണാൻ വരുന്നു. അങ്ങനെ നോയയ്ക്കും സന്തോഷമായി. അധികാരികളും ഉദ്യോഗസ്ഥരും ഇവർ പറഞ്ഞത് വിശ്വസിക്കാതെ ആയതോടുകൂടി ഇവര് വേറെ വഴി നോക്കുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാം ഇന്റർനെറ്റിലൂടെ ഇവർക്ക് സംഭവിച്ചതും ഇനി ഭൂമിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളുമെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ ഇവർക്ക് ജനങ്ങളുടെ നല്ല സപ്പോർട്ട് കിട്ടുന്നു. ജനങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയതും ഗവൺമെന്റിന് വേറെ വഴിയില്ലാതെയായി. ഇവർ പറയുന്നത് എന്തെങ്കിലും സത്യമുണ്ടെങ്കിലോ ഭൂമിയിൽ ഇങ്ങനെ ഒരു ആപത്ത് വരുമോ എന്ന് കരുതി ഗവൺമെന്റ് ഒരു വലിയ മിസൈൽ റെഡിയാക്കുന്നു. എങ്ങാനും ആ ഉൽക്ക വരികയാണെങ്കിൽ ഈ മിസൈൽ വെച്ച് അതിനെ തകർത്ത് അതിന്റെ ദിശ മാറ്റി വിടാൻ കഴിയും. അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. പ്രതീക്ഷിച്ചതുപോലെ ഭൂമിയിലേക്ക് ഒരു ഉൽക്ക വരുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ അവർ ഉണ്ടാക്കിയ ആ മിസൈൽ ഉപയോഗിച്ച് ആ ഉൽക്കയുടെ പാത മാറ്റിവിട്ടു. അത് ഭൂമിയിൽ പതിക്കാത്തത് കാരണം പുതിയൊരു ടൈം ലൈൻ ഉണ്ടാകുന്നു. വ്യക്തമായിട്ട് പറഞ്ഞാൽ 2023 നിന്നും കുറച്ചു പേർ ടൈം ട്രാവൽ ചെയ്ത് 2060 എത്തിയില്ലേ, അതിൽ പകുതി പേർ വാം ഹോളിലൂടെ ടൈം ട്രാവൽ ചെയ്ത് 2026 വരാൻ പോകുന്ന ദുരന്തത്തെ തടയുന്നു. അതുകൊണ്ട് തന്നെ ടൈം ലൈൻ 2-വിൽ ഒരു പ്രശ്നവുമില്ല. ടൈം ലൈൻ 2-വിൽ 2026 സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ ടൈം ലൈൻ 1-ലെ അവസ്ഥ കുറെ പേർ 2060 തന്നെ നിന്നില്ലേ, അവരവിടെ ഒരു മാറ്റവുമില്ലാതെ കിട്ടിയ ജീവിതം സന്തോഷമായിട്ട് അവിടെ കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഇനി പുതിയ ഒരു മനുഷ്യരാശി ഉണ്ടാകും. ഭൂമി വീണ്ടും പഴയതുപോലെയാകും. ഇത്രയും കാണിച്ച് ഈ സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തു തരിക.